ആരാരുമില്ലാത്ത തിണ്ടി ഞാൻ, ആറടി മണ്ണിൻ്റെ ജന്മി. നിങ്ങൾക്ക് എൻ്റെ ചിരിയിൽ എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ പറയൂല. എൻ്റെ ചിരിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ കിട്ടി മക്കളെ, കിട്ടി. നമ്മളെ പല്ല് കിട്ടി. അതായത് പല്ല് ശരിയാക്കി അവരവിടെ വെച്ചിട്ട് ഒരാഴ്ച കൂടുതലായി കേട്ടാ. പക്ഷെ എനിക്ക് പോയി വെക്കാൻ വേണ്ടിയിട്ട് സമയം കിട്ടുന്നില്ല. അപ്പം അങ്ങനെ ഈ പല്ലെന്ന് പറയുന്നുണ്ടല്ലോ, എനിക്ക് എൻ്റെ ആദ്യത്തെ പല്ല് പോകുന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്ന് ഞാൻ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഞാൻ കരഞ്ഞ്. അതിൻ്റെ കാരണം എന്താണ് എന്ന് എനിക്കിന്നും അറിഞ്ഞുകൂടാ. പക്ഷെ ഇന്ന് അവസാനം പോയ പല്ല് പോയപ്പോൾ ഞാൻ കരഞ്ഞില്ല. പക്ഷെ എന്നാലും പല്ല് പോയേ എന്ന് വിളിച്ചായിരുന്നു. ഈ പല്ല് പോകുന്നതെല്ലാം തന്നെ ഞാൻ ചിപ്സ് തിന്നുന്ന സമയത്തായിരുന്നു എൻ്റെ 3 പല്ലും പോയത്. പിന്നെ എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും. പിന്നീട് ഇവിടുത്തെ ഒരു പല്ല് പോയ സമയത്ത് ഞാൻ പല്ല് വെക്കാൻ വേണ്ടിയിട്ടൊരു ശ്രമം നടത്തി. വേണ്ട എന്ന് വെച്ച് കളഞ്ഞ ഒരു കാര്യമാണ്. അതായത് മേളിലത്തെ പല്ലാണല്ലോ പോയത്. അപ്പം മേളിൽ നമ്മൾ വെപ്പ് പല്ല് വെക്കണമെങ്കിൽ ഈ പോയ പല്ലെന്ന് പറയുന്ന പിഴുതങ്ങ് പോവുകയല്ല ചെയ്തത്, പൊടിഞ്ഞ് പോവുകയാണ് ചെയ്തത്. അതായത് ഈ മീൻ, മുട്ട, ഇറച്ചി ഇതൊന്നും തിന്നാത്തത് കൊണ്ട് തന്നെ എൻ്റെ ശരീരത്തിൽ കാൽസ്യം എന്ന് പറയുന്ന ഒരു കണ്ടൻറ്റ് ലെവലേശയില്ല. പിന്നെ ഒരു ബാഡ് ഹാബിറ്റ് ഉണ്ട്, ഗുളിക തൊടൂല. ഗുളിക എനിക്ക് കാണുമ്പോൾ തന്നെ ഛർദി വരും. അത് കാരണം മക്കളെ പ്രസവിക്കുന്ന സമയത്ത് കാൽസ്യത്തിൻ്റെ അയണിൻ്റെയും ഗുളികയും തൊടൂല. അയണിൻ്റെ ഗുളിക കഴിച്ചിട്ടുണ്ടെങ്കിൽ പറയേണ്ട മക്കളെ, ഞാൻ ഛർദിച്ച് എൻ്റെ പണ്ടാരടങ്ങും. കാൽസ്യം പിന്നും വലിയ കുഴപ്പമില്ല. പക്ഷെ അതിൻ്റെ ആ വലിപ്പം ഉണ്ടല്ലോ, വലിപ്പം അങ്ങോട്ട് തൊണ്ടയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങൂല. എന്നാൽ ഇതിന് വേണ്ടിയിട്ട് വല്ല മുട്ടയോ ഇറച്ചിയോ ഒക്കെ തിന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതും പറ്റില്ല. അപ്പം അങ്ങനെ അടുത്തടുത്തുള്ള പ്രസവവും ശരീരത്തിന് ആവശ്യമായ കാൽസ്യവും ഇല്ലാതെ വന്നപ്പോൾ പോയതാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ, അതായത് എനിക്കൊന്നൊരു 13, 14, 15 വയസ്സൊക്കെ ആയ സമയത്ത് ഞാൻ പല്ലിൽ കമ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കമ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ മുത്തുമുത്ത് പോലത്തെ ആ കമ്പിയല്ല, ഒറ്റ കമ്പി ഇട്ട്, ഒറ്റ കമ്പി നാദം, അങ്ങനെ ഒറ്റ കമ്പി ഇട്ട് പല്ലകത്തോട്ട് പോയതായിരുന്നു. പക്ഷെ പിന്നീട് ഈ പല്ല് പോയതിന് ശേഷം കുറേ നാൾ പല്ലില്ലാതെ നടന്ന്. പിന്നെ എൻ്റെ ഭർത്താവ് പറഞ്ഞു ഒരു പല്ല് വെച്ചാൽ കൊള്ളായിരിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോയി ഒരു പല്ല് വെച്ച്, 2 പല്ല് വെച്ച്. അപ്പോഴാണ് ഇവിടുത്തെ പല്ല് പോയത്. അങ്ങനെ കൊണ്ടുവന്ന് കാണിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് ഈ പൊടിഞ്ഞ അതിൻ്റെ മുകളിലിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നമ്മൾ സാധാ ഈ പല്ല് വയ്ക്കുമ്പോൾ അതകത്തിരുന്ന് ദ്രവിക്കും. അതുകൊണ്ട് തന്നെ അത് പിഴുത് കളയണമെന്ന് പറഞ്ഞാൽ ഒരു ഇത്തിരി പോലും കുറ്റി അവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് കീറിയിട്ട് ആ കുറ്റി വലിച്ചെടുക്കണം. അങ്ങനെ അത് മുകളിലത്തെ പല്ലായതുകൊണ്ട് തന്നെ ഞരമ്പുമായിട്ട് കണക്ഷൻ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ സ്കാൻ ചെയ്തിട്ട് വരണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സ്കാനൊക്കെ ചെയ്ത് ഞരമ്പുമായിട്ട് കണക്ഷനൊന്നും ഇല്ല. അങ്ങനെ 2 പല്ലെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ദിവസം പോയത്, ഈ പല്ല് വെക്കാൻ കണക്കി. പക്ഷെ ഒരു പല്ലെടുത്തപ്പോൾ തന്നെ ഞാൻ മോൾ അവിടെ കിടന്ന് കരഞ്ഞ് നിലവിളിച്ച് പോയി. അപ്പോൾ അവസാനം ഡോക്ടർ എന്നെ പറഞ്ഞ്, അയ്യേ ഇത്രയും പ്രായമായിട്ട് നിങ്ങൾ ഇങ്ങനെ കരയണല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ മരവിപ്പിച്ചിട്ടും അമ്മാതിരി എൻ്റെ തലയൊക്കെ കൂടി ഇങ്ങനെ പിഴുതെടുത്ത പോലത്തെ വേദനയായിരുന്നു. അങ്ങനെ ആ ഒരു പല്ലെടുത്ത് പിന്നെ തിരിച്ചു വന്നിട്ട് ഞാൻ പിന്നെ എനിക്ക് പല്ലും വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണ്ടും ഒരു ചിപ്സ് തിന്നാൻ വേണ്ടിയിട്ടുള്ള ഒരു പൂതി വന്നിട്ട് ഇവിടുത്തെ പല്ലും പോയി. ഇവിടുത്തെ പല്ലെന്ന് പറയുന്നത് ഈ ഞാൻ ചിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു സൈഡ് ചരിച്ചങ്ങാണ്ടാണ് ചിരിക്കുന്നത്. എനിക്ക് അത് ഈ സൈഡായിരിക്കാനാണ് സാധ്യത. അപ്പോൾ ഇപ്പോഴത്തെ പല്ലില്ല എന്നുള്ളത് അത് വലിയ കുറവായിട്ട് നമുക്ക് തോന്നൂലായിരുന്നു. ഈ പല്ല് പോയി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ അങ്ങനെ എൻ്റെ മോള് പറഞ്ഞ്, ഉമ്മച്ചി എപ്പോഴും സുന്ദരിയായിട്ടിരിക്കണമെന്നാണ് എനിക്ക് ആഗ്രഹം. എൻ്റെ ക്ലാസ്സിലുള്ള കുട്ടികളൊക്കെ പറയും എൻ്റെ ഉമ്മ ഭയങ്കര സുന്ദരിയാണ് എന്ന്. അതുകൊണ്ട് ഉമ്മയ്ക്ക് പല്ലില്ലാതെ കൊള്ളൂല, ഉമ്മ പോയി ഒരു പല്ല് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഈ അവസാനത്തെ പല്ല് പോയ സമയത്ത് പോയി പല്ല് വയ്ക്കാൻ പോയത്. അപ്പോൾ എൻ്റെ ഭർത്താവിന് നിർബന്ധം പല്ല് വയ്ക്കണം, പല്ല് വെച്ചേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യൻ തന്നെ പൈസയിൽ നിന്ന് ഓട്ടിച്ച് അങ്ങനെ പോയിട്ടാണ് ഈ പല്ല് വെച്ചത്. പല്ല് ഒരാഴ്ചയായി വന്നിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളെ പല്ലിൻ്റെ സ്റ്റോറിയാണ് എന്ന് നിങ്ങൾ വിചാരിക്കും. അല്ല, ചൂടോടെ
അപ്പോൾ എന്താണ് സ്റ്റോറി എന്നറിയാമോ? ഞാൻ ഇതൊക്കെ ഞാൻ പോകുന്ന സ്ഥലങ്ങളിലൊന്നും ഫോൺ കൊണ്ടുപോകാറില്ലടേ. കാരണം വണ്ടി ഓട്ടിക്കുന്ന സമയം നമുക്ക് ഫോൺ എടുത്ത് നോക്കാൻ പറ്റൂല. പിന്നെ നമ്മൾ ഒരിടത്ത് പോകുന്നത് അത്യാവശ്യ കാര്യങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ആ സമയത്ത് നമ്മൾ ഫോൺ എടുത്തുകൊണ്ട് പോയാൽ ഫോണ് നമ്മൾ നോക്കിക്കൊണ്ടേയിരിക്കും. ഫോണിൽ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ നോക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മക്കളടുത്തും പറയാറുണ്ട്, നമ്മൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് നമ്മളെ ചുറ്റുപാടുമാണ് നോക്കേണ്ടത്, ഫോണല്ല നോക്കേണ്ടത്. ചുറ്റുപാട് നോക്കാം. എവിടെ നമ്മൾ പോയാലും കാണുന്നത് ഫോണിൽ നോക്കിയിട്ട് അടുത്തിരിക്കുന്ന ആളിനെ നോക്കാൻ നമുക്ക് സമയമില്ല. പക്ഷെ ഞങ്ങളൊക്കെ ചെറുപ്പം എന്ന് പറയുന്നത് അങ്ങനെയല്ല. നമ്മൾ അയൽവാസി അല്ലെങ്കിൽ അയലത്ത് ഇരിക്കുന്ന ഒരാളിനെ നമ്മൾ പെട്ടെന്ന് കാണുന്ന ഒരാളിനെ നിങ്ങൾ എവിടെയാണ് താമസം, എന്ത് ചെയ്യുന്നു, എന്ന് പറഞ്ഞ് ഒരു സ്മൈലെങ്കിലും നമ്മൾ കൊടുത്തില്ലെങ്കിൽ അത് പിന്നെ എന്ത് മനുഷ്യർ. അതുകൊണ്ട് തന്നെ ഞാൻ കൊണ്ടുപോകില്ല. എന്നെ കണ്ടിട്ടാണല്ലോ എൻ്റെ മക്കൾ പഠിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എവിടെയെങ്കിലും പോയാൽ ഫോൺ കൊണ്ടുപോകില്ല. അപ്പോൾ ഫോണ് ഞാൻ വീട്ടിൽ വെച്ചിട്ടാണ് പോയത്. ഞാൻ തിരിച്ചു വന്ന് നേരെ വന്ന് നോക്കുന്നത് ഫോണായിരിക്കും കേട്ടോ. അത് ഇല്ലാത്ത കഥ നമ്മൾ പറയാൻ പാടില്ലല്ലോ. അപ്പോൾ ഓടി വന്ന് ഞാൻ ഫോണെടുത്ത് നോക്കിയപ്പോൾ കുറേ മെസ്സേജും കുറേ കമൻറ്റുകളും. ആ കമൻ്റൊക്കെ വായിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു പോകും. അതായത് നമ്മളാരും അല്ലാത്ത കുറേ അധികം ആൾക്കാർ നമുക്ക് വേണ്ടിയിട്ട് വ്യസനിക്കുന്നത് കാണുമ്പോൾ സന്തോഷമാണോ സങ്കടമാണോ എന്നൊന്നും പറയാൻ പറ്റില്ല. അതായത് ഒരുപാട് ആളുകൾ വന്നിട്ട് എൻ്റെ വാട്സപ്പിലും എന്നെ 2-3 പേര് വിളിച്ചിട്ടും ഉണ്ടായിരുന്നു. അവരെല്ലാം പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, ബീനിനൊരു വീട് കിട്ടണം എന്നുള്ളത്, വീടുണ്ടാവണം എന്നുള്ളത് നമ്മളുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നാണ്. ഇപ്പം ആ ഒരു കാര്യം ഞാൻ കേട്ട് കഴിഞ്ഞപ്പോൾ 3-4 പേര് ഇത് തന്നെ പറഞ്ഞത് ഞാൻ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ ഒരു കാര്യം നിങ്ങളടുത്ത് പറയണമെന്ന് തോന്നി. അതായത് നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ പോലും ആവശ്യപ്പെടാതെ നമ്മുടെ ആരും അല്ലാത്ത ആളുകൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന ദുആകളുണ്ട്. നമുക്കിപ്പോൾ ഒരാളിനെ നോക്കിയിട്ട് ഇങ്ങനെ പറയാം, നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ, ഞാൻ ഇന്ന കഷ്ടപ്പാടിലാണ്, ഞാൻ ഇന്ന ദുഃഖത്തിലാണ്, എനിക്ക് ആരുമില്ല, എനിക്ക് മറ്റതാണ് മറിച്ചതാണ്, പക്ഷെ ഞാൻ ഭയങ്കര ലക്ഷപ്രഭുവാണ്, എനിക്കൊരുപാട് സ്വർണ്ണമുണ്ട്, എനിക്കൊരുപാട് കാറുണ്ട്, എനിക്കൊരുപാട് ഒക്കെ ഉണ്ട്, പക്ഷെ എന്നാലും ഞാൻ കഷ്ടപ്പാടിലാണ്, ഒറ്റപ്പെടലിൻ്റെ വേദന എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യണം എന്ന് പറയുന്ന നമ്മൾ ദുആ ചെയ്യാതെ, നമ്മൾ നിസ്കരിക്കാതെ, നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞിട്ട് അവർ നമുക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുമോ? ഒരിക്കലും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അങ്ങനെ ദുആ ചെയ്യണമെന്ന് പറയുന്നിടത്ത് പോലും പരിഹാസത്തോടു കൂടി പിന്നെ നിനക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ തന്നെ ഞങ്ങളിരിക്കുന്നത് എന്ന് പരിഹസിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരാളടുത്ത് പോലും എനിക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യണേ, എനിക്കൊരു വീട് കിട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കണേ, നിങ്ങൾ പ്രാർത്ഥിക്കണേ എന്നൊന്നും ഞാൻ പറഞ്ഞിട്ട് പോലും ഇല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു വീട് വാങ്ങാൻ ഇപ്പം വിചാരിച്ചാലും എനിക്കൊരു വീടും സ്ഥലവും വാങ്ങാം. പക്ഷേ ഈ വീട് വയ്ക്കുക, മക്കളുടെ കല്യാണം നടക്കുക, അല്ലെങ്കിൽ സ്വന്തം കല്യാണം നടക്കുക, ഒരു നല്ല ജോലി കിട്ടുക, ഇതൊക്കെ എന്ന് പറയുന്നത് പടച്ച റബ്ബിൻ്റെ ഒരു തീരുമാനമാണ്. അല്ലാതെ നമ്മൾ 5-6 മക്കളെ ഉണ്ടാക്കി അയ്യോ പൊത്തോ എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടിൽ വന്ന് കിടന്ന് അവരാധിക്കുന്നത് പടച്ച റബ്ബിൻ്റെ ഇതല്ല, എന്താ പടച്ചോൻ്റെ ഒരു വിധിയല്ല. നമ്മൾ ശ്രമിച്ചതിന് ശേഷം നമുക്ക് കിട്ടാതിരുന്നു കഴിഞ്ഞാൽ അത് പടച്ചോൻ്റെ വിധിയാണ്. നമുക്ക് സമയമായില്ല. അപ്പോൾ 6 അടി മണ്ണ് മാത്രം, അതും നമുക്ക് സ്വന്തമല്ല. ഈ ഭൂമിയിൽ നമുക്ക് ഒന്നും തന്നെ സ്വന്തമല്ല. നമ്മളെ സ്വന്തം എന്ന് പറഞ്ഞ് നമ്മൾ കൊണ്ടു നടക്കുന്നത് ഒക്കെയും നമ്മൾ ഈ ഭൂമിയിൽ അവസാനിപ്പിച്ചിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇതൊന്നും നമ്മളെ സ്വന്തവും അല്ല. നമ്മളീ പൊന്നുപോലെ സൂക്ഷിക്കുന്ന നമ്മളെ ശരീരം പോലും നമുക്ക് സ്വന്തമല്ല. അപ്പം 6 അടി മണ്ണ് പോലും സ്വന്തം അല്ലാത്ത എൻ്റെ ഭർത്താവിൻ്റെ രോഗാവസ്ഥ എന്നെ പഠിപ്പിച്ചത് എന്ന് പറയുന്നത് ഭൂമിയിൽ ഒന്നും തന്നെ സ്വന്തമല്ല. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളാണ് നമുക്ക് കൂട്ടിനായിട്ട് വരണത്. അതാണ് നമ്മളെ സമ്പാദ്യം എന്ന് പറയുന്നത്. അപ്പോൾ സമ്പാദ്യങ്ങൾ കൂട്ടി വെക്കുന്നതിനേക്കാൾ ഞാൻ പ്രയോറിറ്റി നൽകുന്നത് ഇന്ന് ജീവിക്കുന്നതിനെ കുറിച്ചാണ്. എൻ്റെ അമ്മയൊക്കെ എന്നെ എപ്പോഴും വഴക്ക് പറയും, നാളെക്കുറിച്ച് ചിന്തിക്കണ്ടേ, നാളത്തേക്ക് എന്തെങ്കിലും വെക്കണ്ടേ. എടാ, ഇന്ന് ജീവിക്കാതെ ഞാൻ നാളത്തേക്ക് സമ്പാദിച്ചു വെച്ചിട്ട് എന്ത് കാര്യം? 10-30 വർഷം എൻ്റെ അമ്മ വീട്ടുജോലി ചെയ്തും കരിങ്കല്ല് ചുമന്നും ഉണ്ടാക്കിയ കുറേ സ്വർണങ്ങളാണ് ഒരൊറ്റ ദിവസം കൊണ്ട്, അല്ലെങ്കിൽ ഒരു 3-4 ദിവസം കൊണ്ട് ഞാൻ വിറ്റ് തീർന്നത്. പിന്നെ വിറ്റാലും അത് എൻ്റെ ഭർത്താവിൻ്റെ ജീവൻ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തത്. പക്ഷെ അതിലെനിക്ക് യാതൊരു കുറ്റബോധവും ഇല്ല കേട്ടോ.
അതൊക്കെയാണ് പറയുന്നത്. സമ്പത്തുണ്ടാവുക എന്ന് പറയുന്നത് നമ്മൾ വളരുന്നതിനൊപ്പം നമ്മളെ കൂടെ വളർന്നു വരുന്നതാണ്. പക്ഷെ നമ്മളെ കർമ്മങ്ങൾ, നമ്മളെ വ്യക്തിത്വം, ഇതൊക്കെ എന്ന് പറയുന്നത് നമുക്ക് ഈ ഭൂമിയിൽ എനിക്ക് നല്ല ഉറപ്പാണ്, ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്നെക്കുറിച്ച് ഒരുപാട് പേര് സംസാരിക്കും. ആ സംസാരിക്കുന്നതിൽ ഒന്നും തന്നെ ബീൻ ഞങ്ങളെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ബീൻ ഞങ്ങളെ ഇങ്ങനെ ഉപദ്രവിച്ചിട്ടുണ്ട്, എൻ്റെ ശത്രുക്കൾ പോലും അയ്യോ കഷ്ടം, ബീൻ ഇങ്ങനെ ഇപ്പം മരിക്കേണ്ട ഒരാളല്ല എന്ന് പറയും. ബീനിത്ത എനിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്, ബീനിത്ത ഞങ്ങൾക്ക് എന്ന് പറയുന്ന ഒരുപാട് സമ്പാദ്യങ്ങൾ ഞാൻ ഈ ഭൂമിയിൽ അവശേഷിപ്പിച്ചിട്ടായിരിക്കും പോകുന്നത്. പിന്നെ ഞാൻ എൻ്റെ മക്കളുടെ അടുത്തൊക്കെ പറയാറുണ്ട്, ഉമ്മച്ചിക്ക് എന്തെങ്കിലും പെട്ടെന്ന് വയ്യാതാവുകയോ അല്ലെങ്കിൽ ഉമ്മച്ചി വാപ്പേനെ പോലെ എന്തെങ്കിലും ഒരു രോഗബാധിതരാവുകയോ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ ഒരിക്കലും പേടിക്കരുത്, എൻ്റെ മക്കൾ ഒരിക്കലും പതറരുത്. ഒരാളുടെ മുമ്പിൽ പോയിട്ട് അയ്യോ എൻ്റെ അമ്മേനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് യാചിക്കരുത്. മരിക്കാനാണ് വിധിയെങ്കിൽ അങ്ങ് മരിക്കാൻ വിട്ടുകൊടുക്കുക. നോക്കാൻ പറ്റൂല, നിങ്ങളെ കൊണ്ട് നോക്കാൻ പറ്റൂല, മരിക്കാനാണ് വിധിയെങ്കിൽ മരിക്കാൻ വിട്ടുകൊടുക്കുക. സന്തോഷത്തോടു കൂടി ഞാൻ മരിക്കും. എനിക്കിങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നെ മരിക്കാൻ വിട്ടുകൊടുക്കണം എന്ന് ഞാൻ എൻ്റെ മക്കളടുത്ത് പറയും. അപ്പം എൻ്റെ മോള് സങ്കടത്തോടു കൂടി അത് കേൾക്കാറുണ്ട്, ഉമ്മനെ ഞങ്ങൾ മരിക്കാൻ വിടൂല ഉമ്മച്ചി എന്ന് പറഞ്ഞിട്ട്. കാരണം അങ്ങനെയാണ്, അമ്മാതിരിയാണ് ഞാൻ എൻ്റെ കുടുംബത്തിനെ ചേർത്ത് പിടിക്കുന്നത്. ആ ഒരു രീതിയിൽ തന്നെയാണ്. ഇതിപ്പോൾ എവിടെയോ പറഞ്ഞ് എവിടെയോ വന്ന് അവസാനിച്ചു എന്നുള്ള ഒരവസ്ഥയാണ്. സംഭവം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഞാൻ പറയാൻ വന്നത്. അതായത് എന്നിൽ നിന്ന് യാതൊന്നും പ്രതീക്ഷിക്കാതെ, എന്നെ കണ്ടിട്ട് പോലും ഇല്ലാത്ത, എന്നെ യാതൊരു രീതിയിലും അറിയാത്ത എത്രയോ ആളുകൾ എനിക്ക് വേണ്ടി എന്നെ എവിടെയോ കിടക്കുന്ന ഒരു അഹങ്കാരി എനിക്ക് വീടില്ല എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചപ്പോൾ പടച്ചവനെ അവൾക്ക് നീ ഒരു വീട് കൊടുക്ക് എന്ന് പറഞ്ഞ് ദുആ ചെയ്തത് എൻ്റെ സമ്പാദ്യങ്ങളിൽ പെട്ടതാണ് ഇതൊക്കെ. ഞാൻ നിങ്ങളോട് യാചിക്കുന്നില്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല, എന്നിട്ടും നിങ്ങൾക്ക് എനിക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സ് വന്നു എങ്കിൽ അതാണ് പടച്ചവൻ്റെ കുതിരത്ത് എന്ന് പറയുന്നത്. അതാണ് പടച്ചവൻ്റെ കുതിരത്ത്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരുപാട് ആളുകളല്ല, ഞാൻ എവിടെയൊക്കെ കേട്ട ഒരു കാര്യമാണ്. അതായത് ഞാൻ മതം മാറിയത് സക്കാത്ത് സദക്ക ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന്. ഞാൻ പഠിച്ച ഇസ്ലാമിൽ ഞാൻ മനസ്സിലാക്കിയത് സക്കാത്തിന് അർഹതപ്പെട്ടവർ, സദക്കയ്ക്ക് അർഹതപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ട്. കുറേ മക്കളുള്ളവർ സദക്കയ്ക്ക് അർഹരാണ് എന്ന് ഞാൻ കേട്ടിട്ടില്ല. ഒരു ജീവിതത്തിനെ കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുന്ന ആളുകൾ, രോഗബാധിതനെ സമീപിക്കുന്നതും അവന് വേണ്ടി ദുആ ചെയ്യുന്നതും അവന് വേണ്ടി എന്തെങ്കിലും സഹായം ചെയ്യുന്നതുമൊക്കെ ഖിദ്മത്തിൻ്റെ കൂലി കിട്ടുന്ന കാര്യമാണെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. അല്ലാതെ ഈ സക്കാത്ത് സദക്ക എന്ന് പറയുന്നത് എല്ലാ മുസ്ലിങ്ങളും കൊടുക്കേണ്ടതാണ്, വാങ്ങേണ്ടതല്ല. മുസ്ലിങ്ങൾ ഇല്ലാത്ത ആളിനെ കണ്ടുപിടിച്ച് അത് കൊടുക്കേണ്ടതാണ് എന്നാണ് പഠിച്ചത്. ഞാനും അങ്ങനെ തന്നെയാണ് പഠിച്ചത്. അതുകൊണ്ട് തന്നെ അതിന് കൂലിയുണ്ട്, അതിന് ഭയങ്കര കൂലിയുണ്ട്. അതായത് 100 രൂപ സമ്പാദിക്കുന്നവനാണെങ്കിലും അവൻ വർഷത്തിൽ 1 രൂപ സദക്ക കൊടുക്കണം എന്നുള്ളതാണ്, അല്ലേ? 100 രൂപയാണ് അവൻ്റെ സമ്പാദ്യം. അവൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പറ്റിയില്ലെങ്കിലും അവൻ റമദാനിൻ്റെ മാസത്തിൽ 100 രൂപയാണ് അവൻ്റെ വരുമാനമെങ്കിൽ അതിൽ നിന്ന് 1 രൂപ അവൻ നിർബന്ധമായും സക്കാത്ത് കൊടുക്കണം എന്നുള്ളതാണ്. ഞാനും കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്, വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഞാൻ സക്കാത്തിനോ സദക്കയ്ക്കോ അർഹയായവളാണ് എന്ന് തോന്നുന്ന തരത്തിൽ ഞാൻ നിങ്ങളോട് പെരുമാറിയിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ എൻ്റെ മുസ്ലിം സഹോദരങ്ങളോടാണ് ചോദിക്കുന്നത്. എന്നെ ഒരുപാട് ആളുകൾ വിളിക്കാറുണ്ട്, എന്നോട് ഒരുപാട് ആളുകൾ സംസാരിക്കാറുണ്ട്. പക്ഷെ ഒരാൾ പോലും എന്നോട് നിങ്ങൾക്ക് സക്കാത്ത് വേണോ സദക്ക വേണോ എന്ന് എന്നോട് ചോദിച്ചിട്ടില്ല, ഞാൻ വാങ്ങിച്ചിട്ടുമില്ല. ഈ നോമ്പിൻ്റെ സമയത്ത് ഹൈറുനിസ എന്ന് പറയുന്നത്, ഇപ്പം അവരത് ഈ വീഡിയോ കേൾക്കുന്നുണ്ടാവും. ഒരു ഹൈറുനിസ എന്ന് പറഞ്ഞിട്ട് ഒരു ഇത്ത എന്നെ ഒരുപാട് പേര് ഭീമാപള്ളി പെരുന്നാളിൻ്റെ സമയത്ത് എന്നെ വന്ന് കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ അവർക്ക് കൊടുത്തിട്ടേ ഉള്ളൂ. ഒരു പക്ഷേ അവർ തന്നെ എൻ്റെ മരണശേഷം അവർ എന്നെ ചിലപ്പം വന്നിട്ട് ഇതൊക്കെ പറഞ്ഞേക്കാം. ഞാൻ വാങ്ങാറില്ലടേ, എനിക്ക് കൊടുക്കാനാണ് ഇഷ്ടം. എൻ്റെ ഹസ്ബൻഡ് വയ്യാതായിരുന്ന സമയത്ത് ഒരു ജീവിതത്തിലൊരു പതർച്ചയുടെ ഒരു ഘട്ടം ഞാൻ കടന്നു പോയിട്ടുണ്ട്.
അന്ന് എന്നെ ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട്. അതെനിക്ക് അറിയാൻ പാടില്ലാത്ത ആളുകളല്ല. എൻ്റെ അമ്മ ജോലി ചെയ്യുന്ന വീട്ടിലുള്ള ആളുകൾ, മുമ്പ് ജോലി ചെയ്തിരുന്ന വീട്ടിലുള്ള ഒരു ഇത്ത, ആ ഇത്ത എന്നെ മോളെപ്പോലെയാണ് കാണുന്നത്. അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ വേറൊരു കാര്യം കൂടി എനിക്ക് വേണ്ടി ചെയ്യാൻ തയ്യാറായിരുന്നു. അതായത് എൻ്റെ ഭർത്താവ് വയ്യാതായ സമയത്ത് എൻ്റെ ഭർത്താവിന് ഭയങ്കര വിഷമമായിരുന്നു. ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീടില്ല എന്നുള്ളതും ഞങ്ങൾക്ക് വേണ്ടി ഒന്നും സമ്പാദിച്ചു വയ്ക്കാൻ എൻ്റെ മനുഷ്യന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും എൻ്റെ മനുഷ്യനെ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് എൻ്റെ അമ്മ ആദ്യം നോക്കിയിരുന്ന ഒരു ഉമ്മുമ്മ, ആ ഉമ്മുമ്മ മരണപ്പെട്ടു പോയി. അവരുടെ ഹസ്ബൻഡ് പട്ടാളക്കാരനായിരുന്നു. അപ്പം ആ ഉമ്മുമ്മ പെൻഷൻ വഴിയാണ് അവരുടെ ട്രീറ്റ്മെൻറ്റും എൻ്റെ അമ്മയുടെ സാലറിയൊക്കെ അവർ കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ അവർ മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ ഈ പെൻഷൻ്റെ തുക ഒരു ബൾക്ക് എമൗണ്ട് ആയിട്ട് ഇവർക്ക് കിട്ടി. അതിലൊരു വിഹിതം എനിക്ക് വീട് വെക്കാൻ വേണ്ടി തരാൻ അവർ നിയത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നും അവർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഞാൻ ശരിക്കും പണം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ അവരെ കയ്യിൽ നിന്ന് 100 കളവ് പറഞ്ഞ് എനിക്ക് ആ പൈസ കൈപ്പറ്റാം. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞത് എന്താണെന്നറിയാമോ? എൻ്റെ മനുഷ്യൻ വയ്യാതെ കിടക്കുന്ന സമയത്ത് എനിക്കൊരു വീട് വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങി നടക്കുന്നത് ശരിയല്ല, അത് ഞാൻ ചെയ്യുകയില്ല. ഞാൻ പൂർണ്ണമായി ഞാൻ സമ്മതിക്കുന്നു. എൻ്റെ മനസ്സിൻ്റെ അത്രയും സന്തോഷത്തോടു കൂടി ഞാൻ നിങ്ങളോട് പറയുകയാണ്, അത് അർഹതപ്പെട്ട ഒരാൾക്ക് നിങ്ങൾ കൊടുക്ക്, എൻ്റെ ദുആ അവരുടെ കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് വേണമെങ്കിൽ അവരുടെ അടുത്ത് 100 കളവ് പറഞ്ഞ് എനിക്ക് ആ പൈസ കൈപ്പറ്റാം. ചെയ്യൂല ഞാൻ. കാരണം എന്താണ്? നമ്മൾ മരണപ്പെട്ടു പോയി അതിനുശേഷം നമുക്ക് ഒരു നിത്യജീവൻ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണല്ലോ നമ്മളെല്ലാവരും. അവിടത്തേക്കുള്ള കർമ്മങ്ങൾ സൂക്ഷിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കില്ല. എൻ്റെ മനുഷ്യൻ്റെ ട്രീറ്റ്മെൻറ്റ് നടത്താൻ തന്നെ കഷ്ടപ്പെടുന്ന സമയത്ത് ഞാനൊരു വീട് വാങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് എവിടത്തെ ന്യായമാണ്? അത് നടക്കൂല. ഞാൻ മോതാവിൽ അവരോട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നമുക്ക് അവകാശപ്പെട്ട പൈസ ഇരിക്കും. എൻ്റെ അമ്മ 5 വർഷം ജോലി ചെയ്ത വീടാണ്. അപ്പം അങ്ങനെ പോലും ചെയ്യാത്ത, എനിക്ക് അവകാശപ്പെട്ടത് പോലും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു കൊടുത്തൊരു വ്യക്തിയാണ്. അപ്പം അതുകൊണ്ട് ഈ സക്കാത്തിനും സദക്കയ്ക്കും വേണ്ടിയിട്ടാണ് ഞാൻ മതം മാറിയത് എന്ന് പറയുന്ന ആളുകളോട് ഒന്നും പറയാനില്ല. അതിനു വേണ്ടിയിട്ടൊക്കെ മതം മാറുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമായിരിക്കും. ചില ഭൂമിയിലുള്ള ആഗ്രഹങ്ങൾ നേടാൻ വേണ്ടിയിട്ട്, ഭൂമിയിലുള്ളവരെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. പക്ഷെ പടച്ചോനെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് ജന്മം പറ്റില്ല. അപ്പോൾ ആ ഒരു കാര്യം ഞാൻ എവിടെ ആരോ പറഞ്ഞു കേട്ടതാണ്. അപ്പോൾ ആ ഒരു കാര്യം എനിക്ക് പറയണമെന്ന് തോന്നി. പിന്നെന്താന്നാണ്, ഈ സക്കാത്തും സദക്കയും കൊടുക്കുന്ന ആളുകൾ എനിക്കെതിരെ മൊഴി തരൂ അത്ര. ഒരാളെ നിങ്ങൾ എനിക്ക് വേണ്ടി സക്കാത്ത് തന്ന് സദക്ക തന്നെന്ന് പറഞ്ഞുകൊണ്ട് മൊഴി കൊടുക്കാൻ ഒരാളെ നിങ്ങൾ കൊണ്ടുവന്ന ഞാൻ സമ്മതിക്കാടെ. അപ്പം അതുകൊണ്ട് ഓഞ്ഞ ഡയലോഗുകളൊന്നും കൊണ്ടിട്ട് ബീനിൻ്റെ പിന്നാലെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മുള്ളും എന്നുള്ളത് മാത്രമല്ല, ഞാൻ എറിയും. മനസ്സിലായ? ഓഞ്ഞ ഡയലോഗും കൊണ്ടുവന്നിരിക്കുന്നു. അപ്പം അതാണ് കാര്യം. എടാ, ഞാനൊരു ലൈക്കിന് പോലും ഒരാളടുത്ത് ചോദിക്കൂല. എടാ, ചോദിക്കാതെ നമുക്ക് കിട്ടും ഇതുപോലുള്ള ദുആകൾ. എടാ, എനിക്ക് കോടികൾ വിലമതിപ്പുള്ളതാണ്. എൻ്റെ ഇന്നത്തെ കമൻറ്റ് ബോക്സ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് കോടികൾ വിലമതിപ്പുള്ള, ഞാൻ ആരാണ് എന്താണെന്ന് പോലും അറിയാൻ പാടില്ലാത്ത പൂച്ച ഇറങ്ങിപ്പോകുന്നു. എത്ര ധൈര്യം നോക്ക്. എൻ്റെ വീട്ടിലെ പൂച്ചയ്ക്ക് പോലും എന്നെ പേടിയില്ലടേ. ഇങ്ങനെ ഒരു ദുരന്ത ജന്മമായിപ്പോയല്ലോ ഞാൻ. എൻ്റെ മക്കൾക്കും എന്നെ പേടിയില്ല. എൻ്റെ വീട്ടിലുള്ള പൂച്ചയ്ക്കും എന്നെ ഒരു മതിപ്പില്ലടേ. എന്തുവാടേ ഇത്? അപ്പം അങ്ങനെ അതാണ് ആ മൃഗത്തിന് പോലും ഞാൻ കൊടുക്കുന്ന ഒരു സ്നേഹമുണ്ട്. ആ ധൈര്യം കണ്ട. ഞാനിരിക്കുമ്പോൾ എൻ്റെ കാലിൻ്റെ അടുത്തുകൂടി പോയിട്ട് വീട്ടിൻ്റെ അകത്തോട്ട് കയറി ദോ പോണു. അയ്യോ, ദോ പോണു. ഇങ്ങ ബാ. കാണുന്നുണ്ടാന്ന് തോന്നും നിങ്ങൾ. കടിച്ചു തരാന്നില്ലേ? പൂച്ച അങ്ങോട്ട് പോയടാ.
ഇങ്ങോട്ട് പോടാ, ഇങ്ങോട്ട് പോടാ, ഇങ്ങോട്ട് പോടാ, വെളിപ്പോടാ, വെളിപ്പോടാ. അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. വരൂല, വരൂല. ഇങ്ങോട്ട് പോടാ, ഇങ്ങോട്ട് പോവാൻ വരൂല. നിങ്ങൾ നോക്ക അക്രമം. എന്നെ പൂച്ചയ്ക്ക് പോലും എന്നെ ഒരു മതിപ്പില്ലടായി. നോക്ക്, ഇവിടെ ഇങ്ങോട്ട് പോടാ. പോടായാണോ ഡി ആണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇങ്ങോട്ട് പോവൂല. പോവൂലേ, പോവൂലേ? ഇന്നേ വിശക്കുന്ന അവിടെ ഒന്നും ഒന്നുമില്ല, അവിടെ ഒന്നുമില്ല. നിനക്ക് മീറ്റർ റോള് തരാം. ദാ പച്ച മീനൊന്നും കൊടുത്താൽ അത് തിന്നൂലടേ. പച്ച മീൻ അതിന് ഇഷ്ടമില്ല, കറി വെച്ച മീൻ വേണം. പിന്നെ നമ്മൾ തിന്നുന്ന എന്താണോ ഭക്ഷണം അത് വേണം. എൻ്റെ ആച്ചുപ്പന് രാവിലെ എണീറ്റ ഉടനെ അവന് ബിസ്ക്കറ്റ് വേണം. ഇപ്പോൾ കുറച്ച് നാളായിട്ട് അവന് വയറിന് സുഖമില്ലാത്തതുകൊണ്ട് നമ്മൾ ബിസ്ക്കറ്റ് വാങ്ങലില്ല. അപ്പോൾ ഇന്ന് വാങ്ങിച്ച് അവൻ എൻ്റെ മൂത്ത മോൻ വാങ്ങിച്ചുകൊണ്ട് വരണത് കണ്ടിട്ട് എവിടെയോ നിന്നത് ഓടി വന്നിട്ട് എനിക്കെന്താ അത്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ എന്തെല്ലാം സുഖങ്ങളൊക്കെ തന്നെ അല്ലേ. ക്യാമറ എവിടെ ഇരിക്കണമെന്നോ.